എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബലണ്ടിയറിന്റെ റാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പൊ നിലവിൽ ഈ ഒരു ബലണ്ടിയർ ഈ 2024 ബലണ്ടിയർ വിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആരാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ എടുത്തു നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇപ്പൊ 3 ആളുകളുടെ പേര് വന്നിട്ടുണ്ടാവും. അതിൽ ഒന്ന് വിനീഷ്യസ് ജൂനിയർ, അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗാം, അതുപോലെ തന്നെ സിറ്റിന്റെ റോഡ്രി എന്നിങ്ങനെയുള്ള 3 ആൾക്കാരുടെ പേരാണ് ഇപ്പോൾ ബലണ്ടിയർ വിൻ ചെയ്യാനായി കണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇപ്പം ഈ ഒരു യൂറോ കപ്പും കൂടി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് റോഡ്രി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു 2 പ്ലേയേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗാം ഒക്കെ എന്താ ഇപ്പോൾ ട്രോഫീസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം ട്രോഫീസാണ് വിൻ ചെയ്തേക്കുക. നേരെ മറിച്ച് റോഡ്രിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ റോഡ്രി എന്താ ഡിഫറെന്റ് ട്രോഫീസാണ് നേടിയിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗാമിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ സീസണിൽ ലാ ലീഗ, അതുപോലെ തന്നെ സൂപ്പർ കോപ്പ ഡി എസ്പാന, അതുപോലെ തന്നെ UCL വിൻ ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗാമിനെ നോക്കുകയാണെങ്കിലും ഈ ഒരു വിനീഷ്യസ് ജൂനിയറിനെ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് ഒരു ജൂഡ് ബെല്ലിംഗാമിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് സീസണാണ് റയൽ മാഡ്രിഡിൽ. അത് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു മിഡ്ഫീൽഡർ ആയതുകൊണ്ട് എന്താ ലാലിഗന്റെ ടോപ്പ് സ്കോറർ ആയിട്ടില്ല, എന്നാൽ കൂടി 16 ഗോളൊക്കെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സീസൺ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ വിനീഷ്യസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലിലടക്കം റയലിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ് വിനീഷ്യസ് ജൂനിയർ. ഫൈനലിലും സെമി ഫൈനലൊക്കെ റയൽ മാഡ്രിഡിന്, അതായത് UCL ഫൈനലും സെമി ഫൈനലും, അതുപോലെ തന്നെ ഈ ഒരു ബാഴ്സലോണയായിട്ടുള്ളൊരു കളിയൊക്കെ ഓർമ്മ ഉണ്ടാവും. ബാഴ്സലോണ 35 മിനിറ്റിനുള്ളിൽ ഒരു ഹാട്രിക്കൊക്കെ അടിച്ച ആ ഒരു മത്സരം. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ഈ 2 പ്ലേയേഴ്സിനെ സംബന്ധിച്ച് എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ വിനീഷ്യസ് ജൂനിയറിനാണ് ഞാൻ ഒന്നും കൂടി പോസിബിലിറ്റി കാണും. കാരണം ബിഗ് മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജൂഡിൻ്റെയും കാട്ടിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇപ്പോൾ ബിഗ് മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ റയലിൻ്റെ പ്ലേ തന്നെ വിനീഷ്യസ് ജൂനിയറിനെ ആശ്രയിച്ച് കാണ്ട് നിൽക്കുന്ന ഒരു ഇതായിരുന്നു കഴിഞ്ഞ സീസണിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സീസണായിരുന്നു വിനീഷ്യസ് ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ സിറ്റിത്തെ റോഡ്രിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ റോഡ്രിക്ക് ഈ ഒരു സീസണിൽ ബലണ്ടിയർ കിട്ടുമെന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ. പക്ഷേ ഈ സീസണിൽ റോഡ്രിക്ക് ഉള്ള സ്റ്റാറ്റ്സിന്റെ ഒരു ഇരട്ടി സ്റ്റാറ്റ്സ് ഉണ്ടാവും കഴിഞ്ഞ സീസണിൽ റോഡ്രിന്റെ ആ ഒരു പോക്കറ്റിൽ. അത്രയും മികച്ചൊരു സീസൺ ആയിരുന്നു ഇതിന് മുന്നത്തെ റോഡ്രിന്റെ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സീസണിൽ റോഡ്രി എന്തൊക്കെ വിൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സൂപ്പർ കപ്പ് വിൻ ചെയ്തു, അതായത് UEFA സൂപ്പർ കപ്പ്, അതുപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പ്, പിന്നെ പ്രീമിയർ ലീഗ്, പിന്നെ അവസാനം ഇങ്ങാണ്ട് ആ ഒരു സ്പെയിന് വേണ്ടി യൂറോ കപ്പ് നേടാൻ റോഡ്രിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കൂടി റോഡ്രിന്റെ ഈ ഒരു ഇതൊക്കെ നോക്കാൻ കൂടി ഈ ഒരു സീസണിനെക്കാട്ടും ബെറ്റർ സീസൺ ആയിരുന്നു റോഡ്രിക്ക് കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത്. എന്നിട്ട് ആ സീസണിൽ ബലണ്ടിയർ കൊടുക്കാതെ ഈ ഒരു സീസണിൽ റോഡ്രിക്ക് കിട്ടാന്നുണ്ടെങ്കിൽ അതിലെന്തോ അത്ഭുതം നടക്കുന്നുണ്ട്. ഇതിന്റെ മുന്നത്തെ സീസണത്തെ റോഡ്രിന്റെ ഫോം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അന്ന് ഇന്റർ മിലാനോട് ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കാനുള്ള കാരണം പോലും റോഡ്രിയാണ്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു റോഡ്രി ആ സീസണിൽ ഉടനീളം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സീസണിൽ റോഡ്രിന്റെ സാധാരണയായിട്ടുള്ള ഹാലൻഡിനും ഈ ഒരു ബാലണ്ടിയറിനുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ബാലണ്ടിയർ വിൻ ചെയ്തിട്ടുള്ള മെസ്സിയാണ് അന്നത്തെ ആ ഒരു ബാലണ്ടിയർ വിന്നർ എന്ന് പറയുന്നത്. പക്ഷെ അന്ന് മെസ്സി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും അത് വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും ഈ സീസണിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോപ്പ അമേരിക്കത്തെ ഒരു പെർഫോമൻസ് എടുക്കാന്നുണ്ടെങ്കിലും ഒരു ടീം വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വിനീഷ്യസ് ജൂനിയർ എനിക്ക് കൊണ്ടൊരു മത്സരത്തിൽ നല്ല പെർഫോം ഒക്കെ നടത്തി 2 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് കോപ്പ അമേരിക്കയിൽ. പക്ഷെ ഈ ഒരു റോഡ്രിന്റെ മാർക്ക് ആ ഒരു കോപ്പ അമേരിക്ക സ്വന്തമാക്കാൻ കഴിയില്ല, യൂറോ കപ്പ് റോഡ്രി നേടിയ മാർക്ക്. പക്ഷെ ആസ് യൂഷ്വൽ ആ ഒരു ടോട്ടൽ സീസൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും വിനീഷ്യസ് ജൂനിയറിനാണ് ഡിസർവിങ്. പക്ഷെ ഇപ്പോഴത്തെ ബലണ്ടിയർ റാങ്കിങ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ്രിയാണ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ, 3ാം സ്ഥാനത്താണ് ജൂഡ് ബെല്ലിംഗാം, 4ാം സ്ഥാനത്ത് കർവഹാലാണുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ലിസ്റ്റ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.